നമ്മളൊക്കെ ആത്മകഥ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബ ചരിത്രം എഴുതുകയാണെങ്കിൽ സാധാരണ നമ്മുടെയോ കാരണവന്മാരുടെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ രേഖപ്പെടുത്തുകയില്ല. കാരണം നമ്മളെല്ലാം അടുത്ത തലമുറ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ തോമാസ് ലീഹായെ കുറിച്ച് നമ്മൾ പറയും, തോമായ്ക്ക് സംശയാലുമായിരുന്നു, അവനൊരു പിടിവാശിക്കാരനായിരുന്നു. ഇതൊക്കെ എന്താണ് ഈ ബൈബിളിൽ എഴുതി വയ്ക്കുന്നത്? ഞാനിങ്ങനെ കുട്ടികളോട് പ്രസംഗം പറഞ്ഞപ്പോൾ മർക്കോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, കൊട്ടാരക്കാർ അവൻ്റെ വസ്ത്രത്തെ പിടിച്ചപ്പോൾ നഗ്നനായി ഓടി ഒളിച്ചു. എന്താ നഗ്നനായി ഒളിച്ചെന്നൊക്കെ ബൈബിളിൽ പറയുന്നത്? ഇങ്ങനെ പത്രോസിനെ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ശക്തിപുത്രന്മാർ സ്ഥാനമൂലികളായിരുന്നു. ഇതൊക്കെ പറയുന്നത് നമ്മൾ ക്രൈസ്തവർ എന്ന നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ അനുഭവങ്ങളിലൂടെ പഠിക്കുവാനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് വേർതിരിഞ്ഞ അന്ന് വൈകുന്നേരം 10 അപ്പസ്തലന്മാർക്ക് സെബിയോനുശാലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു. അതേപ്പറ്റി പറയുന്നത് അവർ ഭയചകിതരായിരുന്നു. കാരണം യഹൂദന്മാരെ ഭയന്ന് അവർ കഥകടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ തോമസ് ലീഹ ധൈര്യവാനാണ്. കാരണം ഇനി എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്തോട്ടെ, കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പണ്ട് പ്രഖ്യാപിച്ചയാളാണ്. കാരണം ലാസർ മരിക്കാറായിരിക്കുന്നു എന്ന് വിവരം അറിഞ്ഞ് ഈശോ ജെറുസലേമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ പോകരുത്, നീ എന്നാൽ നിന്നെ പിടിച്ച് കൊല്ലും, ഞങ്ങളെയും കൊല്ലും. അപ്പോഴാണ് നമുക്ക് മരിക്കാൻ എൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ തോമാസ് ലീഹ പിന്നീട് കുരിശിച്ചോട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പൊ തോമാസ് ലീഹ ധൈര്യത്തോടുകൂടി പുറത്തു പോവുകയാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാകാം, അല്ലെങ്കിൽ ഇവർക്ക് വിശക്കുന്നുള്ളവർക്ക് ആഹാരം തേടിയാകാം. ഏതായാലും ധൈര്യശാലിയായ ഒരു തോമായെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് കർത്താവ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അത് കഥകളച്ചിരിക്കെ ഈശോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരം ജീവിച്ചിരിക്കുന്ന പോലെയല്ല. അവിടെ ആരും കഥ തുറന്നു കൊടുക്കേണ്ട, കഥ മുട്ടേണ്ട കാര്യമില്ല. ഗ്ലാസ്സിലൂടെ പ്രകാശം കടന്നു വരുന്ന പോലെ ഈശോയ്ക്ക് കടന്നു വരാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈശോ 3 പ്രാവശ്യം, അതായത് ആദ്യത്തെ സന്ദർശനത്തിൽ 2 പ്രാവശ്യവും പിറ്റേ ഞായറാഴ്ച 1 പ്രാവശ്യവും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ഈശോ വരിക. കാരണം അസമാധാനം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. നമുക്കറിയാം, പല രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴാണ് അടിവീഴുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം യുദ്ധസമാനമായ പല നമ്മളൊക്കെ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ കാശ്മീരിലൊക്കെയുള്ള ആളുകളെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ യുക്രൈനിലുള്ള ആളുകൾ, അങ്ങനെ പല ആളുകളും അസമാധാനത്തിൽ കഴിയുന്ന അവസരമാണ്. ഇതുപോലെ തന്നെ ശിഷ്യന്മാരും അസമാധാനത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, സമാധാനം നിങ്ങളോട് കൂടെ. ഈശോ ജനിച്ച അവസരത്തിൽ മാലാഖമാർ പറയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്നിട്ട് ഈശോ വരുമ്പോൾ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ഭൂതത്തെയാണോ കാണുന്നത് എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ അതിശയിച്ച് നിൽക്കുമ്പോൾ ഈശോ തന്റെ കൈകൾ കാണിക്കുകയാണ്. ഇതാ നിങ്ങൾ ഈ ആണിപ്പാടുകൾ കാണുക, എന്റെ വിലാപത്തിൽ തുറന്നതിന്റെ പാട് കാണുക, ഇതെന്റെ ട്രേഡ് മാർക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചതിന്റെ അടയാളം. നമ്മൾ ഒരു അമ്മയെ വേദനിപ്പിച്ചാൽ അമ്മ പറയും, അവനെ നിന്റെ ആ പൂക്കൾ കൂടി ഒന്ന് കാണുക. കാരണം 10 മാസം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം അനുസരിച്ചാണ് 9 മാസം നിന്നെ ചുമന്നോട് കാണുന്നതിന് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു മാർക്ക് നിന്റെ വയറ്റിലുണ്ട്, നിന്റെ പൊക്കൾ കൂടി എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഈശോ കാണിക്കുന്ന ഒരു പൊക്കൾ കൂടിയാണ്. ഞാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ കൈകളിലുള്ള, എൻ്റെ പിതാവിലുള്ള, എൻ്റെ കാലുകളിലുള്ള ആണിപ്പാടുകൾ. എന്നിട്ട് ഈശോ 3 കാര്യങ്ങൾ അവരോട് പറയുകയാണ്. ഞാൻ നിങ്ങളെ അയക്കുന്നു. കാരണം എന്തിനാണ്? നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ. നിങ്ങൾ പോയി നിങ്ങളുടെ നാമത്തിലല്ല പ്രസംഗിക്കുന്നത്, എൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ വേണം. അതുകൊണ്ട് ഈശോ അവരുടെ മേൽ ഊതുന്നു, ഊതി പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലൊന്ന് പറയുന്നുണ്ട്. അതായത് യഹോവയായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു, മറ്റു മൃഗങ്ങൾക്കൊക്കെ ജീവൻ കൊടുത്തു. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ഊതിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പങ്കുവെച്ചു. അതുപോലെ തന്നെ ഒരു പുനഃസൃഷ്ടി ഇവിടെ നടക്കുകയാണ്. ഈശോ ആത്മാവിനെ ഇവരുടെ മേൽ ഊതിക്കൊണ്ട് നിവേശിപ്പിക്കുന്നു. 3ാമത് കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് പറയും, അച്ഛന്മാർക്കൊക്കെ തന്നെ ഉപസാരിപ്പിക്കാൻ അവസാനം അല്ലെങ്കിൽ പാപം മോചിക്കാൻ അധികാരമിരിക്കുന്നത്. ഇവിടെയാണ് ഈശോ പറയുന്നത് ഉപസാരം. അവിടെ വൈദികർക്ക്, പുത്രന്മാർക്ക് പ്രത്യേകമായ അധികാരങ്ങൾക്ക് വേണ്ടി എൻ്റെ നാമത്തിൽ അച്ഛനല്ല പാപം മോചിക്കുന്നത്. അറിയിച്ച് ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ അപ്പസ്തലന്മാര് നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഉപസാരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ കൃപയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ തോമാസ് ലീഹ കയറി വരുന്നത്. അപ്പൊ ഇവർ വലിയ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു, ഞങ്ങൾക്ക്
പ്രവർത്തിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിഷ്പേക്ഷിച്ചു. ഞങ്ങൾക്ക് പാപം മോചിക്കാൻ അധികാരം നൽകി. നിനക്ക് ഇതൊന്നും കിട്ടിയില്ല. കാരണം എന്താ? നീ ഞങ്ങളുടെ കൂട്ടായ്മയൊക്കെ വിട്ട് നീ സന്ദേഹമായിട്ട് ധൈര്യത്തോടെ വലിയ വിർവാണം അടിച്ച് ഇറങ്ങിപ്പോയി. അവിടെ നിനക്ക് ഇതൊന്നും കിട്ടിയില്ല. ഇത് കേട്ടാൽ പിന്നെ തോമാസിലേക്ക് എങ്ങനെ വിഷമിക്കാതിരിക്കും? ആ വാശിക്കാണ് തോമാസിക്ക് അവരുടെ കർത്താവ് ചേർത്ത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. അവന്റെ ആണിപ്പാടുകൾ കാണണം. അവന്റെ പിതാവിനെ എന്റെ കയ്യിൽ ഉണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. പക്ഷേ ഈ തോമാസ് ഈശോ എടുക്കുന്ന സമയമല്ല. രണ്ടാം ഭാവം പോയി പണി നോക്കുന്നത്. ഇതല്ല ഈശോ കാണിക്കുന്നത്. ഈശോ പിറ്റേ ഞായറാഴ്ചയും ഇവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തോമ ഇങ്ങോട്ട് പോവാം, നീ എന്റെ ആണിപ്പാടുകൾ കാണുക, നിന്റെ പിതാവില് നിന്നെ വിരലിടുക, എന്നിട്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാസിലാണെങ്കിൽ കർത്താവ് എന്നെ ചതിച്ചു, അതുകൊണ്ട് ഞാൻ നേരത്തെ കർത്താവ് വന്നില്ല, ഇനി ഈ കർത്താവ് വേണ്ട, വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്. പിന്നെ അവൻ എക്കാലവും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ചെലവഴിക്കുകയായിരുന്നു. ചിലവർ ഞാൻ പള്ളിയിലിട്ട് പ്രാർത്ഥിച്ചോളാം, അല്ല ഞാൻ TV കൂടെ കണ്ടോളാം. അല്ല, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുമ്പോഴാണ് നിങ്ങൾ 2 3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഞായറാഴ്ച കുർബാനയിലൂടെ അങ്ങ് ഉയർന്നതിന് ശേഷം പലപ്പോഴും ഈശോ പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ ഞായറാഴ്ചയില്ല. കാരണം അത് പുനഃസൃഷ്ടിയാണ്. ആ സഭാ കൂട്ടായ്മയിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അനുഭവം, നമുക്ക് കർത്താവിന്റെ അനുഭവം ഉണ്ടാവുക. അപ്പോൾ തോമാസ് ലീഗ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരു വലിയ സുവിശേഷം ഏതാനും വാക്കുകളിൽ 4 വാക്കുകൾ ഒതുക്കുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. എന്താണ് അതിന്റെ അർത്ഥം? ഇത്രയും നാളും ഞാൻ എന്നെ ലോർഡ്, എന്റെ ഗുരു, എന്റെ പ്രഭു, ഇതാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് പലരും വിളിക്കുന്നതാണ്. കാരണം ഗുരുവെന്നും കർത്താവെന്നും പ്രഭുവെന്നും ഒക്കെ വിളിച്ചാൽ പല അർത്ഥമുണ്ട്. തന്നെക്കാൾ മുതിർന്നവരെ, തന്റെ അധ്യാപകരെ, പ്രവാചകന്മാരും ഒക്കെ വിളിക്കുന്ന ഒരു വാക്കാണ്. കാരണം ദൈവത്തെയും വിളിക്കും. കാരണം അതുകൊണ്ടാണ് പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിലെ ക്യാപിറ്റൽ ലെറ്ററിൽ ലോർഡ് എഴുതും. ലോർഡ് എന്നത് ക്യാപിറ്റൽ ലെറ്റർ എഴുതും. അത് ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ തോമാസ് ലീഗ പറയുകയാണ്, ഇത്രയും കാലം ഞാൻ നിന്നെ എന്റെ ഗുരുവായിട്ട്, എന്റെ രക്ഷകനായിട്ട്, എന്റെ കർത്താവായിട്ടൊക്കെ കണ്ടു. എന്നാൽ ഇനി നീ എന്റെ കർത്താവ് മാത്രമല്ല, നീ എന്റെ ദൈവമാണ്. അത് വലിയ അർത്ഥമാണ്. നീ എന്റെ കർത്താവ് മാത്രമല്ല, നീ എന്റെ പ്രഭു മാത്രമല്ല, നീ എന്റെ ഗുരു മാത്രമല്ല, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു നീ ദൈവമാണ്. കാരണം ദൈവത്തിന് മാത്രമേ സ്വന്തം ശക്തിയാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി തോമാസ് ലീഗ മാത്രമല്ല, ഡിവൈൻ ബേസിക്കാരുടെ ഇത് രണ്ടോട് ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുക, ഫ്യൂഷനാണ്. പക്ഷെ ഇത് രണ്ടിനും ഒരേ സന്ദേശമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഈ ലിയോ ടോൾസ്റ്റോയി റഷ്യയിൽ നെപ്പോളിയൻ വാർ നടക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 18ാം നൂറ്റാണ്ടിന്റെ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 1803 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിലാണ് യുദ്ധം നടക്കുക. അപ്പോഴേ ഒരു പുസ്തകമാണ് പ്രസിദ്ധമായിട്ടുള്ള വാർ ആൻഡ് പീസ്, അതായത് യുദ്ധവും സമാധാനവും. ഇന്നും അത് എഴുതാനുള്ള കാലഘട്ടമാണ്. അതായത് ഈ വാറും പീസും ഇത് ആണ് നമ്മൾ ഇന്ന് ലോകത്തിൽ നടക്കുക. ഈ യുദ്ധം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധമാണ്. സാത്താനും ദൈവവും തമ്മിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവത്വവും തമ്മിലുണ്ടാകുന്ന യുദ്ധം, സഭയും സഭാനിരൂപങ്ങളും തമ്മിലുണ്ടാകുന്ന യുദ്ധം, അതൊക്കെയാണെന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ സമാധാനം ഉണ്ടാകണം. അപ്പൊ അതിന് ഡിവൈൻ മേഴ്സിക്കുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം 2 ലോകമഹായുദ്ധങ്ങളുടെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്, ഒരു സാൻഡ്വിച്ചാണ്. അത് 1ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് 1914 ജൂലൈ 28 ആരംഭിച്ച് 1918 നവംബറിൽ അവസാനിച്ച ഏതാണ്ട് 4 വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ യൂറോപ്പ് മുഴുവൻ വളരെയേറെ ആളുകൾ മരിച്ചു, വളരെ ദുരിതം അനുഭവിച്ചു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ വളരെ സ്വാധീനം ഉണ്ടായി, ആളുകളെല്ലാം പട്ടിണിയിലായിരുന്നു. അതിനുശേഷം 2ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നതിന്റെ ആ കെടുതിക്ക് വേണ്ടി ലോകം വീണ്ടും പ്രതിസന്ധികളിലൂടെ നടക്കുകയാണ്. സമാധാനമില്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം 2ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് സെപ്റ്റംബർ 1, 1939 മുതൽ 1945 സെപ്റ്റംബർ 2 വരെയാണ്. ഇതിനിടയിലാണ് ഒരു 14ാം പീസ് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ഈ രാജാക്കന്മാരിലല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരിലോ പ്രസിഡന്റുമാരിലോ അല്ല നിങ്ങൾ ആശ്രയം വയ്ക്കേണ്ടത്, മറിച്ച് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു രാജ്യത്തെ തിരുനാൾ 1925 ഈ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ട്രസ്റ്റ് ചെയ്യുവാൻ നമ്മൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിനെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതാണ് ഈ ക്രിസ്തു രാജ്യത്തെ തിരുനാൾ സ്ഥാപിച്ചുകൊണ്ട് അന്ന് 14ാം പീസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അതുകൂടാതെ സിസ്റ്റർ ഫോസ്റ്റീനായിക്ക് ദൈവം തന്നെ സാധാരണഗതിയിൽ മാതാവാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. പക്ഷേ ഈശോ മിശിഹ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് അത്യപൂർവമായ സംഭവങ്ങളാണ്. അങ്ങനെ 1900
5 ഓഗസ്റ്റ് 25 മുതൽ 1938 ഒക്ടോബർ 5 വരെ ജീവിച്ചിരുന്ന വെറും 33-ാമത്തെ വയസ്സിൽ മരിച്ച ഒരു സന്യാസിനിയാണ്, പാവപ്പെട്ട സന്യാസിനിയാണ് ഈ സിസ്റ്റർ ഫൗസ്റ്റീന. അവർക്ക് 1931 മുതൽ 38 വരെ ഈശോയുടെ ദർശനം ഉണ്ടാവുകയാണ്. 38 തന്നെ ഈ സന്യാസിനി മരിച്ചു. 39 രണ്ടാം ലോക മഹായുദ്ധം പുറപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഈ ചിത്രം വരച്ച്, അതായത് എങ്ങനെയാണ് ഈശോ തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ ഒരു ചിത്രം വരച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ 1934 നമ്മൾ കാണുന്ന ഈ ഡിവൈൻ മേഴ്സിയുടെ ചിത്രം വരയ്ക്കുക. അത് എന്താണ് കാണിക്കുക? തോമസ് ശ്ലീഹായോട് ഈശോ എന്താ പറഞ്ഞത്? തന്റെ ഹൃദയം കുത്തി കാണിച്ചിട്ട് പറഞ്ഞു, ലുങ്കിനോസ് എന്ന് പറഞ്ഞ പടയാൽ ഞാൻ മരിച്ചിട്ട് പോലും എന്റെ ശവത്തെ കുത്തി എന്റെ അവസാനത്തുള്ളി രക്തം വരെ, അവസാനത്തുള്ളി പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് വരെ, അതായത് രക്തവും വെള്ളവും എന്ന് പറയുന്നതാണ്, അതുവരെ ചിന്തിയാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചത്. ആ വിലാവ് കാണുക എന്ന് തോമസ് ശ്ലീഹായി പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റർ ഫൗസ്റ്റീനായോട് നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരുന്ന ചിത്രമാണ് ഇതാ, നിങ്ങൾ എന്റെ ഹൃദയം കാണുന്നു. ഈ ഹൃദയത്തിൽ നിന്നും എന്താണ് പുറപ്പെട്ടത്? അവസാനത്തെ തുള്ളി രക്തം വരെ. ആ രക്തം കൊണ്ട് പോലും, ആ കുന്തം കൊണ്ട് കൃത്യപ്പെട്ട ആ പടയാളിക്ക് ഒരു പൂർണ്ണ സൗഖ്യം ദർശനം കണ്ണ് കാഴ്ച കൊടുത്തു. അവിടെ നിന്ന് പുറപ്പെടുന്നതായ 2 കളറിലുള്ള ഫ്ലൂയിഡ്, ഹൃദയത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, അതാണ് വെള്ള കളർ. മറ്റുള്ള ഹൃദയത്തിൽ നിന്നുള്ള അവസാനത്തെ രക്തത്തുള്ളികൾ. ഇത് 2 സൂചിപ്പിക്കുന്നത് 2 കൂദാശകളെയാണ്. ഒന്ന് വെള്ള നിറത്തിലുള്ളത് ഈശോ സ്ഥാപിച്ച മാമോദീസ, 2 പരിശുദ്ധ കുർബാന, അതായത് എന്റെ രക്തം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഈശോ നമ്മളോട് കാണിച്ചു തരുന്നതും ഇത് തന്നെയാണ്. ഈ കൂദാശകളെ നിങ്ങൾ മാമോദീസയിലൂടെ നിങ്ങൾ സഭയിൽ അംഗമാവുക, എന്റെ രക്തം കുടിച്ചുകൊണ്ട് എന്റെ ജീവൻ സ്വീകരിച്ചുകൊണ്ട്, രക്തം ജീവനെയാണ് പ്രദാനം ചെയ്യുക, നിങ്ങൾ എന്റെ ജീവനിൽ പങ്കുചേരുക, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഈ ഫൗസ്റ്റീനയ്ക്ക് വരച്ചതായ ചിത്രം ഉപയോഗിച്ച പല ആളുകളും, പ്രത്യേകിച്ച് മോഡലിൽ പല ആളുകളും രക്ഷപ്പെട്ടത് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് 3 പ്രമേയങ്ങളാണ് ഈ ഡിവൈൻ മേഴ്സിയിലൂടെ ദൈവം ഈശോ നമുക്ക് നൽകിയത്. ഒന്ന്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ദൈവത്തിന്റെ നമ്മുടെ വിശ്വാസം അർപ്പിക്കുക, ശരണം പ്രാപിക്കുക, ദൈവത്തിന്റെ കരുണ ധ്യാനിക്കുക. മറ്റൊന്ന്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അതുകൊണ്ടാണ് ഡിവൈൻ മേഴ്സി. ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുന്നു, മറ്റുള്ളവരോട് നമ്മളും കരുണ കാണിക്കണം. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കണം. അതുകൊണ്ട് ദൈവിക പുണ്യങ്ങളായിട്ടുള്ള വിശ്വാസം, ശരണം, ഉപവി, കർത്താവിലുള്ള വിശ്വാസം അത് നിലനിർത്തുക, കർത്താവിന്റെ പ്രത്യാശ അർപ്പിക്കുക. അല്ലാതെ ഈ ഭൗതിക രാജാക്കന്മാരിലല്ല, സമ്പത്തിലല്ല, മറ്റേ നമ്മുടെ ജോലിയിലല്ല, ഒന്നിനും ഒരു സ്ഥിരതയില്ല എന്ന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം. പക്ഷേ കർത്താവിൽ നമ്മൾ അഭയം പ്രാപിക്കുക. 3-ാമത്, കർത്താവിൽ നമുക്ക് കരുണ ലഭിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, കുടുംബാംഗങ്ങളോട്, മക്കളോട് കരുണ കാണിക്കണം. ഈ കരുണ കാണിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്, വിവാഹമോചനം ഉണ്ടാകുന്നത്, ചിലർ പോയി ആത്മഹത്യ ചെയ്യുന്നത്, ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊല്ലുന്നത്. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കർത്താവിൽ അഭയം പ്രാപിക്കണം. കർത്താവാണ് എന്റെ രക്ഷ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കണം. കർത്താവ് ക്ഷമിച്ചതുപോലെ, മരിക്കുമ്പോൾ ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കണം. കർത്താവ് തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളെ പീഡിപ്പിക്കുന്ന ആർക്കാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ തോമസ് ശ്ലീഹായുടെയും അതുപോലെ തന്നെ ഫൗസ്റ്റീനായി പ്രത്യക്ഷപ്പെട്ട ആ ഡിവൈൻ മേഴ്സിയുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഈ വിശ്വാസവും ഈ ശരണവും ഈ ഉപവയും ഉണ്ടാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും